വളരെ അനുഗ്രഹീതമായ നല്ല ആരാധനയുടെ അവസാന ഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതി. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു അവസരം കൂടെ ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ നൽകി. നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കർത്താവ് വർദ്ധിപ്പിച്ച് നൽകിയിരിക്കാതെ സ്തോത്രം ചെയ്യും. നാം ഈ ദിവസങ്ങളിൽ നിത്യത എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകലിൽ അത് ലഭ്യമായ അതേ അവസരം കൊണ്ട് നിത്യത എന്ന വിഷയം ഇവിടെ ചുരുക്കി അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ചരണപ്പെടുന്നു. ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ മുൻപിൽ ഏതാണ്ട് ഒരു 40 മിനിറ്റ് അത് അവശേഷിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 35 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുവാൻ അതേ താല്പര്യപ്പെടുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാണ്. സമയം അതേ ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് സമയം എടുക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒരു വാക്യമായിട്ട് നമുക്ക് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്ന് വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ 10-ാം വാക്യം മാത്രം മതി. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. തലകളെ വണക്കി പ്രാർത്ഥിക്കാൻ ഉള്ള ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നിട്ട് നാളുകളിൽ ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിക്കണം. നിത്യതയെക്കുറിച്ചുള്ള ഒരു ആഴമേറിയ കാഴ്ചപ്പാട് കർത്താവ് ഞങ്ങൾക്ക് നൽകണം. പ്രാർത്ഥിക്കുന്ന കർത്താവ് യുഗത്തിലെ ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ കഷ്ടതകൾ, വേദനകൾ, ഭാരങ്ങൾ എല്ലാം മറന്ന ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം പ്രതിഷ്ഠിക്കപ്പെടുവാൻ, പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്ന് പകൽ വചന ശുശ്രൂഷയ്ക്ക് വിഘാതമായി നിൽക്കുന്ന എല്ലാ കെടുതികളെ അവിടെ ദൂരീകരിക്കണം. മഹത്വത്തിനായി എല്ലാം ചെയ്യണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം. വളരെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യും. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തു. എബ്രായ ലേഖന പരിചയം ഞാൻ കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ ഓർപ്പിച്ചത്. യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ മാർഗത്തിലേക്ക് അതേ വന്ന യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന പീഡന മുറകൾ വർദ്ധിച്ചു വന്നതോടുകൂടി നിൽക്കുവാൻ നിവൃത്തിയില്ലാതെ അവർ വന്ന അതേ യഹൂദ മതത്തിലേക്ക് അവർ മടങ്ങിപ്പോകുന്ന സാഹചര്യം പൗലോസ് മണത്തെറിഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, യഹൂദ മതത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചതിനേക്കാൾ, മത അനുഷ്ഠാനങ്ങളിൽ മുഖാന്തരം നിങ്ങൾക്ക് കൈവന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വമാണ് ഹല്ലേലൂയ ഈ പുസ്തകത്തിലെ കാതലായ വിഷയം. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്താൽ ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിച്ച ഹല്ലേലൂയ അനുഭവസ്ഥരായ വിശ്വാസ വീരന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു അനുഗ്രഹീത ദൈവഭക്തന്മാരെ അവരുടെ വിശ്വാസത്തെ ഹല്ലേലൂയ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ആ പ്രിയപ്പെട്ടവർ അവർ കാത്തിരുന്ന ദേശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ വായിച്ച വേദശകലത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഒരു വ്യാഖ്യാനവും കൂടാതെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന കാര്യം, ഹല്ലേലൂയ പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ അവർ നോക്കി പാർത്ത ഹല്ലേലൂയ നാടിനെ നമുക്ക് വളരെ വ്യക്തമായി ആ വാക്യശകലത്തിനുള്ളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിന് മുമ്പോട്ടിറങ്ങി നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം, 8-ാം വാക്യം, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, അവിടെ ഒന്നും ഞാൻ പറയുന്നില്ല, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്
ഒരു അന്യദേശത്തെന്ന പോലെ ഈ അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് കൂടാരങ്ങൾ മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാടിൽ ചെന്നപ്പോഴും ഇത് താൽക്കാലികമെന്ന് എണ്ണിക്കൊണ്ട് ഇത് ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വരുവാനുള്ള രാജ്യത്തിനു വേണ്ടി, അതായത് ഞാൻ പ്രസംഗിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി കാത്തിരുന്നു. വാഗ്ദത്ത നാട് ലഭിച്ചപ്പോൾ, വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി ലഭിച്ചപ്പോൾ ഇത് ദൈവം തന്നതാണ്, ഇത് സ്ഥിരതയുള്ളതാണെന്ന് വിചാരിക്കാതെ ഇതിനപ്പുറമായി കാണുന്നതിനെയല്ല, ഞങ്ങൾ കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസത്താൽ. പ്രിയമുള്ളവരെ, കാണുന്നതിന് ഞാൻ നിങ്ങളോട് ചോദിക്കുക, കാണുന്നതിനാണോ ശക്തി, കാണാത്തതിനാണോ? കാണാത്തതിനാ ശക്തി അല്ലേ? ഏതൊരു വസ്തുവിനും രണ്ട് ധ്രുവങ്ങളുണ്ട് അല്ലേ? എവറിത്തിങ് ഹാവ് ടു ഡൈമെൻഷൻസ്. രണ്ട് ധ്രുവങ്ങൾ എല്ലാ വസ്തുതകൾക്കുമുണ്ട്. ഒന്ന് വിസിബിൾ, രണ്ടാമത്തത് ഇൻവിസിബിൾ. കാണുന്നതും കാണാത്തതുമായ രണ്ട് വശങ്ങൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന എന്നിലുള്ള ഭാഗം എന്ന് പറയുന്നത് പാസ്റ്റർ വിൽസൺ മത്തായിയുടെ ഫിസിക്കൽ ബോഡിയാണ്. എന്നാൽ എനിക്ക് അകത്തൊരാത്മാവുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. നിങ്ങളെ എല്ലാവരും എനിക്ക് കാണാൻ കഴിയും, നിങ്ങളുടെ അകത്തുള്ള ആത്മാവിനെ കാണുവാൻ എനിക്ക് കഴിയത്തില്ല. ഇവിടെ നമുക്ക് വൈദ്യുതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ഇവിടെ വെളിച്ചം ലഭിക്കുന്നത് കൊണ്ടാണ്, അവിടെ AC വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്, ഇവിടെ കറണ്ട് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കറണ്ട് പോയെന്ന് മനസ്സിലാക്കുന്ന എപ്പോഴാ? ഇതൊക്കെ ഓഫാകുമ്പോഴാണ്. ഇതിൻ്റെയൊക്കെ വെളിച്ചം നഷ്ടപ്പെടുകയും അതേ ഫാൻ കറങ്ങാതിരിക്കുകയും പല വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നിശ്ചലമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും വൈദ്യുതി പോയി എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രകാശത്തിനാണോ ശക്തി, കാണാത്ത വൈദ്യുതിക്കാണോ? വൈദ്യുതിക്കാ ശക്തി അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കാണുന്നതിനെ അല്ല. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യമാണ്. ഞങ്ങൾ കാണുന്നതിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവരായിട്ടല്ല. കാണാത്ത അദൃശ്യമായ വാഗ്ദത്തം പലതും ഞങ്ങൾക്ക് ലഭിച്ചെങ്കിലും ഈ വാഗ്ദത്തത്തിൽ ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം. ഈ വാഗ്ദത്തത്തിൽ ഒതുങ്ങുന്ന കൂടാര ജീവിതം ഹല്ലേലൂയ, ഇതല്ല ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം. ഇതിലും വലുതൊന്നുണ്ട്, അതിപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ കാണാത്തതിനാണ് ഏറ്റവും ബലം അല്ലെങ്കിൽ ശക്തി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ മനോഹരമായി കെട്ടിടത്തിൽ ഇവിടെ നമ്മൾ ഇരിക്കുക, മനോഹരമാണ് നമ്മുടെ ആലയം. അപ്പോൾ ഈ കെട്ടിടത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ഭാഗമുണ്ട്, കാണുന്ന ഒരു ഭാഗമുണ്ട്. കാണുന്ന ഭാഗമാണ് ഈ ഭിത്തിയും ഇവിടുത്തെ സംവിധാനങ്ങളും ഒക്കെ. എന്നാൽ ആർക്കും കാണുവാൻ കഴിയാത്ത ഈ മനോഹരമായ കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗമുണ്ട്, നമ്മൾ ആരും അത് കാണുന്നില്ല. ഇതിൻ്റെ അസ്ഥിവാരത്തിലിട്ടിരിക്കുന്ന കല്ലുകൾ ആണ് ഈ കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത്. അതിനെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ അദൃശ്യമായതിനാണ് ശക്തി. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ കാണുന്നതിനെ അല്ല, അല്ലെങ്കിൽ കാണാത്തതിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടുത്തെ ആരാധന താൽക്കാലികതയുള്ളതാണെങ്കിൽ, ഇവിടുത്തെ ആരാധനയ്ക്ക് ശക്തി കുറവാണെങ്കിൽ, ഇവിടുത്തെ ആരാധനയ്ക്ക് സമയബന്ധിതമാണെങ്കിൽ അവിടെ നിരന്തരം ആരാധനയാണ്. അവിടുത്തെ ആരാധന ശക്തിയുള്ള ആരാധനയാണ്. അവിടുത്തെ അല്ലെങ്കിൽ നിരന്തരമായ ദൈവസാന്നിധ്യമാണ് അവിടെയുള്ളത് നമ്മൾ പ്രാപിക്കുവാൻ പോകുന്നത്. ഇനി ഞാൻ വരട്ടെ. ഹല്ലേലൂയ, ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ഹല്ലേലൂയ ആ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, വിശ്വാസത്താൽ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്.
കൂടാരം എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ അത് താൻ ആ പദം ഉപയോഗിക്കുവാൻ തക്കവണ്ണം കാരണം താനൊരു കൂടാരപ്പണിക്കാരനായതുകൊണ്ട് കൂടാരത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഉപയോഗവും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് താൻ കൂടാരത്തെക്കുറിച്ച് തനിക്ക് നന്നായിട്ടറിയാം. കൂടാരം താൽക്കാലികതയെ കാണിക്കുകയായി. ഇന്നിവിടാണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരിടത്താണ്. അതൊരു ആർമി പദമാണ്. ആർമിക്കാരാണ് കൂടാരം, ടെൻ്റ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനും ടെൻറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സർവീസുകളിലും അടിയന്തരമായ ആ സാഹചര്യങ്ങളിൽ ടെൻറ്റിൽ ഔട്ടിൽ പോയി ഞങ്ങൾ കഴിയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ദൈവം അതെല്ലാം താൽക്കാലികമാണ്. സാഹചര്യം മനസ്സിലാക്കി ഓർഡർ അനുസരിച്ച് കുറ്റി മാറ്റിയടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ഇതെല്ലാം താൽക്കാലികമാണ്. അപ്പോൾ കൂടാരം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ഞാനിവിടെ പറഞ്ഞത്. അത് കൂടാരം താൽക്കാലികതയുള്ളതാണ്. അപ്പോൾ കൂടാരം, ഇവിടുത്തെ ജീവിതം കൂടാരം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 3 കൂടാരങ്ങളുണ്ട്. ഒന്ന് ശരീരമാകുന്ന കൂടാരം, അതാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്. ഞങ്ങളുടെ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ, കണ്ടോ, അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നിത്യമായ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം, അതായത് ഈ ഫിസിക്കൽ ബോഡി, ഇത് കൂടാരമാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകും. അപ്പോൾ ഒന്ന് നമ്മുടെ ശരീരമായ കൂടാരം, ഈ കൂടാരത്തിൽ നമ്മൾ പാർക്കുക. അതുകൊണ്ടാണ് രോഗമൂലഗാത്രം, പല രോഗബീജങ്ങൾക്ക് പാത്രം, അതിൽ ജീവൻ ദിൽപ്പൊരു സൂത്രം, നനച്ചീടിൽ എത്ര ചിത്രം. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥവും ആഴവും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒന്നാമത്തെ കൂടാരം നമ്മുടെ ശരീരമായ കൂടാരം. 2 മനുഷ്യനിർമ്മിതമായ ഈ കെട്ടിടം, ഇതുപോലെയുള്ള കൂടാരങ്ങൾ, നമ്മൾ പാർക്കുവാൻ വേണ്ടി പണിയുന്ന കൂടാരം. 3 ഞാൻ പ്രസംഗിക്കുന്ന വിഷയം നിത്യത എന്ന കൂടാരമാണ്. നിത്യതയാണ്. അത് താൽക്കാലികതയുള്ളതല്ല. ഇതും താൽക്കാലികമാണ്, ഇതും താൽക്കാലികമാണ്. ഇനിയും പ്രാപിക്കുവാനിരിക്കുന്ന 3-ാമത്തത്, അത് ദൈവം ശില്പിയായി നിർമ്മിച്ചതാണ്. മനുഷ്യനിർമ്മിതമായത്, മാനുഷിക കണ്ടുപിടുത്തങ്ങളും മനുഷ്യനിർമ്മിതമായതൊക്കെ താൽക്കാലികതയുള്ളതാണ്. അതുകൊണ്ടാണ് ശലോമോൻ ഒരു ജീവിതത്തെ നന്നായി ഗുണിച്ച് ഹരിച്ച് അനുഭവം കൊണ്ട് പഠിച്ചിട്ട് താൻ അവസാനം ഒരു സൊല്യൂഷൻ എത്തി ലോകത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു സന്ദേശം. വേൾഡ് ഈസ് ഇല്യൂസറി, ലോകം മിഥ്യയാണ്, ലോകം മായയാണെന്ന് താൻ വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം താൽക്കാലികമാണ്. നമ്മൾ എത്ര നേരം കണ്ണാടിയുടെ മുൻപിൽ നിന്ന് എത്ര മനോഹരമായി ഒരുങ്ങിയാലും, എത്ര മനോഹാരിതയുള്ള വസ്ത്രം ധരിച്ചാലും ശരി, എത്ര മോടിയുള്ളത് നമ്മൾ ധരിച്ചാലും ശരി, എത്ര മോടി പിടിപ്പുള്ള വീട് പണിഞ്ഞാലും ശരി, ഇതെല്ലാം താൽക്കാലികതയുള്ളതാണ്. പിന്നെ മഞ്ഞും മഴയും വെയിലും പ്രകൃതി ശല്യങ്ങളൊന്നും വേശാതവണ്ണം ആ നിത്യകൂടാരത്തിൽ ചെന്നെത്തുന്നത് വരെ പാർക്കുവാൻ അനിവാര്യതയുള്ളതാണ് ഇവിടെ പണിയുന്ന ഈ വീടുകളും ഈ ശരീരവും, അത് ഇവിടുത്തെ വാസവും അതിനോട് റിലേറ്റഡായി നിൽക്കുന്ന, ബന്ധപ്പെട്ടു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, കാണുന്നതിനെ അല്ല, കാണാത്തതൊന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 119-ാം സങ്കീർത്തന ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ പരദേശി, 54-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ, അല്ലെ 54-ാം വാക്യമല്ലേ, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ. അപ്പോൾ മതി, ഞാൻ പരദേശിയാണ്. കണ്ടോ, പരദേശിയാണ്, പ്രവാസിയാണ്. അതിൻ്റെ ഏതോ അവസരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രവാസ ജീവിതം നയിച്ച അനേകരിവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പ്രവാസിയാണ്, ഞാൻ പരദേശിയാണ്. എനിക്കൊരു നാടുണ്ട്. ഞാൻ ഗൾഫിലായിരുന്നെങ്കിലും അപ്പോഴും നമ്മളവിടെ ജോലി ചെയ്യുമ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, എനിക്കൊരു നാടുണ്ട്, ഇന്ത്യ, എനിക്കൊരു നാടുണ്ട് എന്നതുപോലെ ദൈവമക്കളെ, ഭൂമി താൽക്കാലികതയുള്ളതാണ്, നമുക്കൊരു നാടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകാവസാനം, ജീവാവസാനം, നിത്യത, ഇതിനെയൊക്കെ വിശകലനം ചെയ്ത് പഠിക്കുവാൻ തക്കോണം നമുക്ക് കഴിയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
അതേ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിച്ചേ. നമ്മൾ മുമ്പൊരിക്കൽ വായിച്ച വേദശകലമാണെങ്കിലും ഒരിക്കൽ കൂടെ വായിച്ചാട്ട് അതിൻ്റെ 14-ാം വാക്യം. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ഒരു കോൺഫിഡൻസ് ഉള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാകട്ടോ. നമ്മളിതൊക്കെ ഇട്ടൊരുങ്ങി വന്ന് ഇവിടെ ഇരിക്കുന്നു, എല്ലാ ആഴ്ചയും ഇങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ എന്താണെന്നറിയാം, നമ്മളെ ജനിച്ചാൽ ഒരിക്കൽ നമ്മൾ മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ജനിച്ചാൽ ഒരിക്കൽ നമ്മൾ മരിക്കും. ഇന്ന് ഞാൻ നാളെ നീ എന്നും പ്രതിധ്വനിക്കുന്ന എന്നോട് ഓർമ്മയിൽ നിന്നാ കവികാരന്മാർ പാടിയിട്ടുള്ളത്. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീയോ മറ്റൊരാളോ ആയിരിക്കാം. നമ്മളെല്ലാം ഈ ക്യൂവിൽ നിൽക്കുകയാണ്. ദൈവനാമത്തിന് മഹിമ. അതിന് പ്രായ വർഗ വർണ്ണ വ്യത്യസ്തതകളൊന്നുമില്ല അല്ലേ. ഇന്നലെ ഒരു പൈതലിൻ്റെ മാത്തുക്കുട്ടിച്ചാൻ്റെ മാവിയുടെ കൊച്ചുമോൻ, ആ കുഞ്ഞിന് 13 വയസ്സേ ഉള്ളൂ കേവലം. ആ ഫ്യൂണറൽ സർവീസിൽ സംബന്ധിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, മരണമെന്ന ഹല്ലേലൂയ അതിന് പ്രായം ഒരു വിഷയമല്ല, രോഗം ഒരു വിഷയമല്ല, രോഗമില്ലാത്ത ആളെന്നോ രോഗമുള്ളവനെന്നോ ഒന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചന വീക്ഷണത്തിൽ പറയുന്നത്, ദൈവോക്തന്മാർ പറയുന്നത്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസത്തിന് തുല്യരത്രേ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് അടുക്കുവാൻ കഴിയുമോ? ഞാൻ പ്രസംഗിക്കുന്നത് വെറും കണ്ടക്ഷോഭമായി മാറരുത്. ഒരു പടിയെങ്കിലും ദൈവത്തോട് അടുക്കുവാൻ, പ്രത്യാശ നിർഭരമായി ജീവിതം നയിക്കുവാൻ കഴിയണം. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇവിടെ സമയം കളയുക. അതുണ്ടോ? ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ഇത് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലയിടത്തും ചെല്ലുമ്പോൾ പലരും പറയാറുണ്ട്, പാസ്റ്ററെ ദൈവവചനം പ്രസംഗിച്ചത് ആ ദൂത് വളരെ സന്തോഷമായിരുന്നു. ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കണ്ടക്ഷോഭം ചെയ്യുന്നത് വെറും മറ്റൊരു പ്രസംഗം പോലെയല്ല. നമ്മുടെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്താണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനെ ഉയർപ്പിച്ചതിൻ്റെ ആത്മാവ് അതെ നമ്മൾ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവോടെ കൂടെ ഞങ്ങളെയും നിങ്ങളോടൊപ്പം ഉയർപ്പിച്ച തിരുസന്നിധിയിൽ നിർത്തും. ഇതാണ് ദൈവമക്കളുടെ ആഴമേറിയ കാഴ്ചപ്പാട്. അപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒത്തിരി വാഗ്ദത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നുണ്ട്. റോമാലേഖനത്തിലേക്ക് വേഗം വരാം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യശകലങ്ങൾ വേഗം വായിച്ചാട്ടെ. റോമാലേഖനം 6-ാം അധ്യായം 4-5 വാക്യശകലങ്ങൾ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികൾ ആയിത്തീർന്ന കണ്ടോ, മരണത്തിൽ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദിവസേന ക്രിസ്തു നിമിത്തം, ബാക്കി നിങ്ങൾ പറഞ്ഞേ, 100 വർഷത്തോളം പ്രായമുള്ള സഭയോടെ ഞാൻ ചോദിക്കുക, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് ഞാൻ ദിവസേന ഞാൻ മരിക്കുന്നു എന്നാ. ക്രിസ്തു നിമിത്തം ദിവസേന മരിക്കുന്നു. എങ്ങനെ മരിക്കുന്നത്? ചൊല്ലുകയാണോ? കുത്തിക്കൊല്ലുകയാണോ? അല്ല. ക്രിസ്തു ശേഷ നിമിത്തം നീ പലപ്പോഴും നിന്റെ ഭാഗത്താണ് ജയമെങ്കിലും ക്ഷമിച്ചാൽ നീ മരിക്കുക. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ എത്ര പേർ തയ്യാറാകും? അടികൊള്ളുന്ന കാര്യമല്ല. സ്വഭാവം കൊണ്ട് നീ മരിക്കണം. സ്വഭാവം കൊണ്ട് മരിക്കണം. പ്രഹസനമായി പലതും ചെയ്യുവാനും കാണുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കഴിയും. സ്വഭാവം കൊണ്ട് മരിക്കണം. ഒരുവൻ ഹല്ലേലൂയ നിന്നെ അടിച്ചാൽ അന്നേരം അറിയാം നിന്റെ സ്വഭാവം എന്താണെന്ന്. കണ്ടോ? ക്രിസ്തുവിന് വേണ്ടി മരിക്കണം. എൻ്റെ കൈ ക്രൂശിച്ചിരിക്കുക. ചിലരൊക്കെ സഭയെ വഴക്കുണ്ടാകും പറയാറുണ്ട്, എൻ്റെ കൈ ഉണ്ടല്ലോ ക്രൂശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സ്നാനപ്പെടുത്തുമ്പം ശരിക്കും മുക്കുന്നത്. അതുകൊണ്ടാണ് നീ കൈ മുങ്ങിയില്ലെന്നൊന്നും പറയും. സ്വഭാവത്തിന് വ്യത്യസ്തതയുണ്ടാകും. ഓരോ മീറ്റിങ്ങിലും നമ്മുടെ സ്വഭാവത്തിന് വ്യത്യസ്തതയുണ്ടാകണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പോയാൽ അങ്ങനെ അങ്ങ് പോകും. വായിച്ചേ. അവന്റെ നാം അവന്റെ മരണത്തിന് പങ്കാളികളായി തീർന്ന അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നാൽ
സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്താൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനപ്പെട്ടവരല്ലേ എല്ലാവരും? നമ്മൾ അവനോട് കൂടെ എന്ത് ചെയ്തിരിക്കുക? കുഴിച്ചിടപ്പെട്ടിരിക്കുക. അവനോട് കൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ക്രൂശിക്കപ്പെട്ടതിൻ്റെ വ്യത്യസ്തത എന്താ? സ്വാതന്ത്ര്യമില്ല, ചലിക്കാൻ പറ്റത്തില്ല. കണ്ടോ? കർത്താവ് പറയാതെ നീ ചലിക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സുവിശേഷ നിമിത്തം ഞാൻ ബദ്ധനായിരിക്കുന്നതാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടപ്പെട്ടിരിക്കുന്നതാ പദത്തിന്റെ അർത്ഥം. സുവിശേഷ നിമിത്തം ഞാൻ ബദ്ധനായിരിക്കുന്ന പൗലോസ് എന്ന ഞാൻ പറയുമ്പോഴും പറയാറുള്ള കാര്യമുണ്ട്. ട്രെയിന് ഒരു ട്രാക്ക് വെച്ചിട്ടുണ്ട്. ഇതുവരെ ട്രാക്കിലൂടെ അല്ലേ ഓടിയത്. ഇനി ഒരു വ്യത്യസ്തത വേണ്ട എന്ന് പറഞ്ഞ് ട്രെയിൻ ട്രാക്ക് തെറ്റിയാൽ എങ്ങനെ ഇരിക്കും? നിനക്കൊരു ട്രാക്ക് തമ്പുരാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് സംസാരിക്കാൻ ഒരു ട്രാക്ക് തമ്പുരാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് ഇടപെടാൻ ഒരു ട്രാക്ക് തമ്പുരാൻ വെച്ചിട്ടുണ്ട്. നിന്നെ കാണുമ്പോൾ നീ ഒരു ദൈവോഹിതലാണെന്ന് മനസ്സിലാക്കണം. ഫറവോന്റെ പുത്രി മോശ കുഞ്ഞിനെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ പറഞ്ഞേ അറിയാം. എബ്രായ വേദങ്ങളിൽ എന്താ അവന്റെ നെറ്റിക്ക് എഴുതി ഒട്ടിച്ചോ? ഇല്ല. കാര്യം എന്താ? നിന്നെ കാണുമ്പോൾ അറിയാം. നിന്റെ മട്ടും ഭാവവും സംസാരവും ഇടപെടലുകളും ഇടപാടുകളും കാണുമ്പോൾ അറിയാം നീ ഒരു ദൈവവിധലാണെന്നറിയാം. ദിവസേന മരിക്കണം. ചിലപ്പോൾ പറയാൻ നിനക്ക് വാക്ക് കാണും, അല്ലെങ്കിൽ പ്രതികരിക്കുവാൻ നിനക്കൊരു പക്ഷേ ചാൻസ് കാണും. നീ പ്രതികരിക്കേണ്ട അത്രത്ത് പ്രതികരിക്കരുത്. യോശുവ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലാതെ ഒച്ച കേൾപ്പിക്കരുത്. ഒച്ച കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധ്യതയുണ്ടെങ്കിലും യോശുവ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ചുപ്രകോ, ഞാൻ പറഞ്ഞല്ലാതെ വായി പൂട്ടിയിരിക്കണം. അതൊന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ദൈവജനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ മിണ്ടാതിരുന്ന് ദൈവമെന്ന് പറഞ്ഞു. അതാ ദൈവമക്കൾ ചെയ്യേണ്ടത്. ദിവസേന മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൻ്റെ അർത്ഥം. ഉണ്ടാതിരിക്കുന്നിടത്ത് ഉണ്ടായിരിക്കണം. കർത്താവ് അല്ലെ രോമം കത്തിരിക്കുന്ന കുഞ്ഞാട്, അല്ലെ രോമം കത്തിക്കുന്ന മുൻപിൽ ഉണ്ടാ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ എന്നു. അതായിരിക്കട്ടെ നമ്മുടെ പാത. ദൈവനാമത്തിന് മകൻ. റോമാലേഖനത്തിലേക്ക് വേഗം വന്നിട്ട് അത് 8-ാം അധ്യായം 11-ാം വാക്യം വായിച്ചേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ളവരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇനി ആർക്കെങ്കിലും പ്രാപിക്കാനുണ്ടെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഞാനൊരു ചെറിയ പഴുത് പറയാം. പക്ഷേ ഈ പഴുതി പിടിച്ചോണ്ട് എന്നും ഇരിക്കുക. ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അവൻ്റെ ഹൃദയത്തെ തുറക്കണമല്ലോ. അവൻ്റെ ഹൃദയത്തെ തുറക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവോചനമാണ് അവൻ്റെ ഹൃദയത്തെ. ഉദാഹരണം, ലുദിയായുടെ ഹൃദയം തുറന്നു, വെളിച്ചപ്പാടത്തിയുടെ ഹൃദയം വചനം കേട്ടപ്പോൾ തുറന്നു. അങ്ങനെ ഒത്തിരി ചരിത്രമുണ്ട്, ഒരു സംഭവമുണ്ട് അല്ലേ. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവോചനം കേൾവിയാൽ നമ്മുടെ ഹൃദയം തുറക്കുന്ന ഒരുവൻ രക്ഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഈ ഒരു ലെവലിൽ മാത്രം ഇരിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും പുസ്തകം പറയുക. കൃപാവരങ്ങളെക്കുറിച്ച് നിങ്ങൾ വാക്യങ്ങൾ പറഞ്ഞേ. അറിവില്ലാത്തവരാകരുത് എന്ന് ഞാൻ ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം. ഇനി വേഗം വന്നേ. അവിടെ ഒന്നും പ്രസംഗിക്കുന്നില്ല. ഇന്ന് ഈ പ്രസംഗം അവസാനിപ്പിക്കും. വേഗം വന്നേ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടോ. ഒരുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ വ്യത്യസ്തതയുണ്ട്. അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല, വേറെ ഏതെങ്കിലും അവസരങ്ങളിൽ പറയാം. ഒരുക്കുന്നതും കൊടുക്കുന്നതും അല്ലേ, വ്യത്യസ്തതയുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണക്കമീൻ ചുട്ടു കൊടുക്കുമോ? പിന്നെന്തോ കൊടുക്കും? പറയണ്ട.
വീട്ടിലുള്ളവർ ഉണക്കവും ചൂട്ട് കഴിക്കും. വരുന്നവർക്ക് നമ്മളത് കൊടുക്കാറില്ല. കാര്യം എന്താ? വിരുന്നുകാർ വരുന്ന പറയുമ്പോൾ നമ്മൾ ഒരുക്കിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വായിച്ചേ നിർത്തല്ലേ, എളുപ്പം നിർത്തണേ. ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല. ഒരുക്കിയിട്ടുണ്ട്, അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തില്ല, തോന്നിയിട്ടുമില്ല. ആർക്കും ഈ മിസ്റ്ററി ഈ മർമ്മം ഗ്രഹിക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്ന്. എന്താ ഇത്? ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന, ശരിയായ ധാരയിൽ ഇതിൻ്റെ അർത്ഥം പ്രസംഗിക്കപ്പെടാത്ത അനേക വേദികൾ ഞാൻ കേട്ടിട്ടുണ്ട്. അനേകരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒന്നുകൂടെ വായിച്ചത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇവിടെ പറഞ്ഞേക്കുന്ന, ഇവിടെ ലോട്ടറി അടിക്കുന്ന കാര്യമോ, കന്നാലിയെ മേടിക്കുന്ന കാര്യമോ, പിന്നെ മറ്റ് വസ്തു വാങ്ങിക്കുന്ന കാര്യമോ, സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളേ. അതിൻ്റെ മുമ്പും പിമ്പും വായിക്കണം കോണ്ടസ്റ്റ് ഏതാന്ന്. When you study the Bible, you must look into the context. എപ്പോൾ ബൈബിൾ പഠിച്ചാലും അതിൻ്റെ മുമ്പും പിമ്പും നോക്കി അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. യഹൂദനെ നോക്കി, യഹൂദനോട് പശ്ചാത്തലത്തിൽ പറങ്കാവിനെ നോക്കാൻ പറഞ്ഞ അവന് പറങ്കാവ് എന്താണെന്നോ പറങ്ങേണ്ടി എന്താണെന്നോ അവനറിയത്തില്ല. അവനറിയുന്ന ഒരു കാര്യമുണ്ട്, അത്തി. യഹൂദ കുഞ്ഞിന് പോലും അറിയാം അവൻ്റെ നാട്ടിലുള്ള സുലഭമാണ് അത്തി. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അത്തിയെ നോക്കി ബോംബ് അടിക്കാൻ പറഞ്ഞത്. കേരളക്കാരൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയെങ്കിൽ പറഞ്ഞേനെ പറങ്കാവിനെയോ മാവിനെ നോക്കി എന്ന് പറഞ്ഞേനെ. അപ്പോൾ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയേ തനതായ കർത്താവ് എന്താ ഉദ്ദേശിച്ചേ, ആ ഉദ്ദേശം, ആ ലക്ഷ്യത്തിലുള്ള അർത്ഥത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് അതെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ വായിച്ചേ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്ന പോലെ തന്നെ. കണ്ടോ, ഇത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ തേജസ്കരണത്തെ കുറിച്ചാ. ഞാൻ പ്രസംഗിച്ചു വരുന്ന ആ വിഷയത്തെ കുറിച്ചാ, നിത്യതയെ കുറിച്ചാ. നമ്മുടെ മൂന്നാമത്തെ പടിയാ തേജസ്കരണം. ഒന്ന് ജസ്റ്റിഫിക്കേഷൻ, രണ്ട് സാങ്ക്ടിഫിക്കേഷൻ, മൂന്ന് ഗ്ലോറിഫിക്കേഷൻ. അപ്പോൾ ഇതിനെ വിശകലനം ചെയ്യുന്നില്ല. മൂന്നാമത്തെ ഭാഗമാണ് മഹത്വീകരണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളൊക്കെ പറയല്ലോ മഹത്വത്തിലേക്ക് പ്രവേശിച്ചെന്ന് പറയുന്നത് ചുമ്മാതല്ല, മഹത്വീകരിക്കപ്പെടുകയാണ്. ആയാലും ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ എഴുതുന്നത്, അത് വേറൊരു കാര്യം. നമ്മൾ ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ തേജസ്കരണത്തെക്കുറിച്ചാണ്, അല്ലാതെ ബാഹ്യമായ സമ്പത്തിനെ കുറിച്ച് കർത്താവ് എങ്ങും പഠിപ്പിച്ചിട്ടില്ല. നിനക്ക് ഇന്നത് തരാം കുഞ്ഞെ, നിനക്ക് ഇന്നത് തരാമെന്നൊന്നുമല്ല. കർത്താവ് സ്വർഗത്തിലെ ഉത്തമ സമ്പത്തിനെ കുറിച്ച് അതേ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഉത്തമ സമ്പത്ത് ഇതെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം മായയാണ്. ഇവിടുത്തെ അക്ഷരികമായ നന്മകളെക്കുറിച്ച് തരാവുന്ന ഒന്നും കർത്താവ്, ഒരു പ്രോസ്പെരിറ്റി കർത്താവ് എങ്ങും പഠിപ്പിച്ചിട്ട്. നീ സൈക്കിളെ വന്നാൽ, അല്ലെങ്കിൽ നീ സുമോയിൽ പോ, നീ ഇന്നോവയിൽ പോ എന്നൊന്നും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല, എങ്ങും പഠിപ്പിച്ചു. അപ്പോൾ ഭാഗ്യമായ വസ്തുതകൾ നിനക്ക് അത് തരും ഇത് തരും എന്നൊക്കെ പറഞ്ഞ് ഈ വാക്യം വെച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. ഇതിൻ്റെ മുഖ്യമായ ധാരയെന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിൽ ആർക്കും ഇതുവരെ കാണുവാൻ കഴിയാത്ത, ഗ്രഹിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഓർക്കുവാൻ കഴിയാത്ത ഒരു സീക്രട്ട് മിസ്റ്ററി തൻ്റെ ജനത്തിന് വേണ്ടി സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. അതാണ് നിത്യത എന്നുള്ളത്, അതാണ് തേജസ്കരണം എന്നുള്ളത്, അതാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ളത്. ഈ കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്നേ. ബാക്കി അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ സെക്കൻഡറിയാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ വരും. അതൊക്കെ അണ്ടർസ്റ്റുഡാ, അല്ലെങ്കിൽ അതേക്കുറിച്ചല്ല മുഖ്യമായി കർത്താവ് പറഞ്ഞ ഇതാ. ദൈവം തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ കൽപ്പനയൊക്കെ അനുസരിച്ച്, അല്ലേ? ദൈവമക്കളായി ജീവിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ആർക്കും ഈ ലോകത്തിന് കാണാൻ കഴിയത്തില്ല. ലോട്ടറി അടിച്ചാൽ ലോകത്തിന് കാണാം, അല്ലെങ്കിൽ നന്മ വന്നാൽ ലോകത്തിന് കാണാം. പക്ഷേ ഇത് ലോകത്തിന് കാണാൻ കഴിയാത്ത, ഒരുത്തിനും ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അത് നിത്യതയിൽ തൻ്റെ ജനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. റോമാലേഖനത്തിലേക്ക് വരാം, 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വേഗം ഒന്ന് വായിച്ചേ. നമ്മൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ കണ്ടോ. നമ്മൾ ഇനിയും വെളിപ്പെടാനുള്ളത് എന്താണെന്നറിയാമോ? ഇനി തേജസ്സാ വെളിപ്പെടാനുള്ളത്. തേജസ് വെളിപ്പെടണം.
തേജസ് വെളിപ്പെടുമ്പം ഇവിടുത്തെ ഈ വാട്ടവും കോട്ടവും എല്ലാം മാറും, ക്ഷീണമെല്ലാം മാറും, വേദനയെല്ലാം മാറും, കണ്ണുനീരെല്ലാം മാറും. തേജസ് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് ലോകത്തിനറിയാൻ കഴിയുമോ? ദൈവമക്കൾക്ക് വെളിപ്പെടാൻ പോകുന്ന വരാൻ പോകുന്ന തേജസ്സിനെ ലോകത്തിനറിയാൻ പറ്റുമോ? മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമോ? ആർക്കും അറിയുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ ചുരുക്കി എൻ്റെ വാക്കുകളിലൂടെ പരിമിതപ്പെടുത്തുവാൻ പോകുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വന്നേ, അതിൻ്റെ 4-ാം അധ്യായം 17-18 വാക്യശാലകൾ വായിച്ചു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ. ഇതാ നമ്മൾ നിത്യതയെ കുറിച്ച് നമ്മൾ പറയുന്നത് അല്ലേ? ഒന്നുകൂടെ വായിച്ചേ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ അതിന്റെ പിൻപി വാക്യങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കിയത്. എന്താ? മുമ്പില് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. പിന്നെ അതാണ് അതിന്റെ ബാക്കി. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിന് റാപ്ചർ ഓഫ് ദ ചർച്ച് എന്ന് പറയും. റാപ്ചർ, എടുക്കപ്പെടുക, റാഞ്ചിക്കൊണ്ടുപോകുക എന്നൊക്കെ. അതാ നമുക്ക് വരാൻ പോകുന്നത്. ഇതാണ് എറ്റേണിറ്റി ടു എറ്റേണിറ്റി, നിത്യത എന്ന് പറയുന്നത്, ശാശ്വതമായ വാസം എന്ന് പറയുന്നത്. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ ഇരിക്കും. കണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ വാക്യങ്ങളൊക്കെ വായിക്കാനുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ നിത്യവാസം ചെയ്യുന്നതാണ് ഹല്ലേലൂയ നിത്യത. അത് നിത്യത പുലരും. ഇവിടെ നമ്മൾ നേടിയത്, കഷ്ടപ്പെട്ടത്, വേദനപ്പെട്ടത് എല്ലാം അന്ന് ഇതിൻ്റെയൊക്കെ മഹത്വം നമ്മൾ അറിയും. ഇതാണ് നിത്യത എന്ന് പറയുന്നത്. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ ഇരിക്കും. നിത്യത എന്ന യുഗത്തിലേക്ക് നാം പ്രവേശിക്കും. അവിടെ കണ്ണുനീരില്ല പ്രിയമുള്ളവരെ, അവിടെ രോഗമില്ല, അവിടെ അന്ധതയില്ല, കഷ്ടതയില്ല, വേദനയില്ല, പരിഹാസമില്ല, നിന്ദയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ തീരാറായി, വേദനകൾ തീരാറായി. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം, നമ്മുടെ പ്രത്യാശ ഒന്ന് വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദിവസമുണ്ട്.